ചോദ്യം: കാരണമില്ലാത്ത ഖളാ ആയ നോമ്പ് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉത്തരം: ഓരോ നോമ്പിനും വൈകുന്ന ഓരോ വർഷത്തിനും ഓരോ മുദ്ദ് കൊടുക്കുകയും ഖളാ വീട്ടുകയും വേണം. 2 വർഷം വൈകിയാൽ 2 മുദ്ദ് കൊടുക്കണം. ചോദ്യം: നോമ്പെടുക്കാൻ കഴിയാത്ത വൃദ്ധൻ, ഭേദമാകും എന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ തുടങ്ങിയവർ എന്ത് ചെയ്യണം? ഉത്തരം: ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കണം. ഖളാ വീട്ടേണ്ടതില്ല. ചോദ്യം: ഗർഭിണി, മുലയൂട്ടുന്നവർ തുടങ്ങിയവർ നോമ്പ് ഉപേക്ഷിച്ചാൽ ഖളാ വീട്ടിയാൽ മാത്രം മതിയോ? ഉത്തരം: കുട്ടിയുടെ കാര്യത്തിൽ മാത്രം പേടിച്ച് ഉപേക്ഷിച്ചതാണെങ്കിൽ മുദ്ദും കൂടി കൊടുക്കണം. ചോദ്യം: ഗർഭിണിയും മുലയൂട്ടുന്നവരും സ്വന്തം ആരോഗ്യത്തെ പേടിച്ച് നോമ്പ് ഉപേക്ഷിച്ചതാണെങ്കിലോ? ഉത്തരം: എന്നാൽ ഖളാ മാത്രം മതി, മുദ്ദ് വേണ്ട. ചോദ്യം: എന്താണ് മുദ്ദായി കൊടുക്കേണ്ടത്? ഉത്തരം: ഫിത്ർ സക്കാത്തിന് കൊടുക്കുന്ന നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ധാന്യം 600 ഗ്രാം. ചോദ്യം: ആർക്കാണ് കൊടുക്കേണ്ടത്? ഉത്തരം: താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരല്ലാത്ത ഫക്കീർ, മിസ്കീൻ, കടം കൊണ്ട് വലഞ്ഞവൻ തുടങ്ങിയവർക്ക്. ചോദ്യം: നോമ്പിന്റെ പ്രതിഫലം നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: 1. ഏഷണി, 2. പരദൂഷണം, 3. കളവ് പറയൽ, 4. കള്ളസത്യം ചെയ്യൽ, 5. അന്യ സ്ത്രീ പുരുഷന്മാർ വികാരത്തോടെ നോക്കൽ. ചോദ്യം: അത്താഴം കഴിക്കേണ്ട സമയം എപ്പോഴാണ്? ഉത്തരം: സുബ്ഹിന്റെ ഏകദേശം അരമണിക്കൂർ മുമ്പ്. കാരണം സുബ്ഹ് ബാങ്ക് കൊടുക്കാൻ 50 ഖുർആൻ ആയത്ത് ഓതാനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അത്താഴത്തിൽ നിന്ന് വിരമിക്കേണ്ടത്. ചോദ്യം: രാത്രി നിയത്ത് വെക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം? ഉത്തരം: നോമ്പ് പൂർത്തിയാക്കണം. മറ്റൊരു ദിവസം ഖളാ വീട്ടുകയും വേണം. ചോദ്യം: മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുമോ? ഉത്തരം: ഇല്ല. ഓർമ്മ വന്ന ഉടനെ വായിലുള്ളത് തുപ്പിക്കളയണം. ചോദ്യം: എന്നാൽ മറന്നുകൊണ്ട് സംയോഗം ചെയ്താലോ? ഉത്തരം: മുറിയില്ല. ചോദ്യം: കണ്ണിൽ സുറുമയിടുകയോ മരുന്നൊഴിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുമോ? ഉത്തരം: ഇല്ല. പക്ഷേ ഇത് ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല. ചോദ്യം: നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല എന്നുണ്ടോ? ഉത്തരം: ഉണ്ട്, കറാഹത്താണ്. എന്നാൽ ഉറങ്ങിയത് കൊണ്ടോ മറ്റോ വായ മലിനമായാൽ പല്ലു തേക്കാം. ചോദ്യം: അടുക്കളയിൽ നിന്നോ മറ്റോ വരുന്ന പുക ശ്വസിച്ചാൽ നോമ്പ് മുറിയുമോ? ഉത്തരം: മുറിയില്ല. ചോദ്യം: പകൽ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമോ? ഉത്തരം: ഇല്ല. സ്ഖലിപ്പിച്ചാലേ നോമ്പ് മുറിയുകയുള്ളൂ. ചോദ്യം: വായിലെ ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയുമോ? ഉത്തരം: ഇല്ല. അത് ഒരുമിച്ച് കൂട്ടിവെച്ച് മൊത്തം ഇറക്കിയാലും മുറിയില്ല. നോമ്പ് നോറ്റാൽ രാവിലെ മുതൽ തുപ്പിക്കൊണ്ടിരിക്കുന്ന പ്രവണത ആളുകളിൽ കണ്ടുവരുന്നത് ഈ വസ്തുത മനസ്സിലാക്കാതെയാണ്. ചോദ്യം: കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ? ഉത്തരം: വായിലേക്ക് എത്തിയതാണെങ്കിൽ തുപ്പിക്കളയണം. അത് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. വായിലെത്താതെ ഇറങ്ങിപ്പോയാൽ മുറിയില്ല. ചോദ്യം: അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ സുബ്ഹ് ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം: വായിലുള്ളത് ഉടനെ തുപ്പിക്കളയണം. നോമ്പ് ശരിയാകും. ചോദ്യം: നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ? ഉത്തരം: പകലിൽ കറാഹത്താണ്. എന്നാൽ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. ചോദ്യം: ഇഅ്തികാഫ് ചെയ്യുമ്പോൾ പള്ളിയിൽ കിടന്നുറങ്ങിയാലും കൂലി ലഭിക്കുമോ? ഉത്തരം: ലഭിക്കും. എങ്കിലും ആരാധനകളിൽ മുഴുകാനാണ് ശ്രമിക്കേണ്ടത്. ചോദ്യം: നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഉണ്ടോ? ഉത്തരം: ഉണ്ട്. 2 പെരുന്നാൾ ദിനം, ദുൽഹിജ്ജ 11, 12, 13, സംശയദിനം എന്നീ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. ചോദ്യം: നോമ്പുകാർ കൂടുതലായി ചെയ്യേണ്ട ഇബാദത്തുകൾ ഏതൊക്കെയാണ്? ഉത്തരം: ഖുർആൻ പാരായണം, ഇഅ്തികാഫ്, സ്വതഖ.